ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു യാത്രക്കൊരുങ്ങിയ സംഭവം അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. സഹാബാക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾക്കൊരു ദീർഘമായ യാത്ര ചെയ്യാനുണ്ട്. ഒരു പകലും മുഴുവനും ഒരു രാത്രി മുഴുവനും യാത്ര ചെയ്താലേ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയും. അത്ര ദീർഘമായ ഒരു യാത്രയാണ്. ഇടയ്ക്ക് വിശ്രമിക്കാൻ സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാവരും യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തണമെന്ന് സഹാബത്തിനോട് പറഞ്ഞു. വെള്ളവും ആവശ്യമുള്ള വസ്തുക്കളെല്ലാം എടുത്തുകൊള്ളണം എന്ന് അവരോട് ആവശ്യപ്പെട്ടു. ധാരാളം സഹാബാക്കൾ കൂടെയുള്ള ഒരു യാത്രയാണ്. അങ്ങനെ ഒരു യാത്ര പുറപ്പെട്ടു. പകല് മുഴുവനും യാത്ര ചെയ്തു. രാത്രി യാത്ര തുടരുകയാണ്. വിശ്രമമില്ലാത്ത യാത്രയാണ്. രാത്രി കുറേയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ സഹാബാക്കളെല്ലാം ക്ഷീണിതരായി. ഇന്നത്തെ യാത്രയല്ലല്ലോ, മരുഭൂമിയിലൂടെയുള്ള ഒട്ടകപ്പുറത്തും നടന്നൊക്കെയുള്ള യാത്രയാണ്. സഹാബാക്കളെല്ലാം ക്ഷീണിച്ചു, പക്ഷേ വിശ്രമിക്കുന്നില്ല, യാത്ര തുടരുകയാണ്. അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തുള്ളത്. സഹാബാക്കളെല്ലാം കുറേ ദൂരം ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ്. ഞാൻ നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനപ്പുറത്ത് നിന്നിങ്ങനെ ഉറങ്ങി വീഴുകയാണ്. നബി വീഴുമ്പോൾ ഞാൻ ചെന്ന് താങ്ങി നിർത്തി. വീണ്ടും കുറച്ച് നബി ഉറങ്ങി വീണു. ഞാൻ പോയി താങ്ങി നിർത്തി. ഇങ്ങനെ പല പ്രാവശ്യം ഞാൻ ആവർത്തിച്ചു. അവസാനം നബി ഇങ്ങനെ ഒന്നായി വീഴാൻ പോയ സമയത്ത് ഞാൻ ചെന്ന് താങ്ങി നിർത്തി. അപ്പോൾ നബി ചോദിച്ചു, എന്ത് പറ്റിയ അബൂ ഖത്താദ? അപ്പൊ ഞാൻ പറഞ്ഞു, നബി അങ്ങ് കുറെ നേരമായി ഇങ്ങനെ ഉറങ്ങി വീഴാൻ തുടങ്ങി. എത്ര നേരമായി എന്ന് ചോദിച്ചു. ഏതാണ്ട് രാത്രി തുടങ്ങിയ സമയം മുതൽ അങ്ങനെ ഉറങ്ങി വീഴുകയാണ്. ഞാനാ വന്ന് പിടിച്ചത്. ഞാൻ താങ്ങി നിർത്തുന്നതാണ് അങ്ങ് വീഴാത്തത്. അവസാനം വന്ന് താഴോട്ട് വീഴുമെന്ന ഘട്ടത്തിലാണ് ഞാൻ ഇങ്ങനെ താങ്ങിയത്. അപ്പോൾ വിശ്വാസികൾ അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ എല്ലാവരും ക്ഷീണിതരാണ്. നബി ചോദിച്ചു, സഹാബാക്കളൊക്കെ എവിടെയെന്ന് ചോദിച്ചു. ഒരാൾ മാത്രമേ നബിയുടെ കൂടെയുള്ളൂ. എല്ലാവരും പിന്നിലാണ്, എല്ലാവരും ക്ഷീണിതരാണ്. അപ്പൊ നബി അല്പം വെയിറ്റ് ചെയ്തു. അപ്പൊ ഓരോരുത്തരായിട്ട് വന്നു. 7 പേര് നബിയുടെ കൂടെ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി എല്ലാവരും ക്ഷീണിതരാണ്. നബിയെ കുറച്ചു നേരം ഒന്ന് വിശ്രമിച്ചിട്ട് പോയാൽ പോലെ എന്ന് ചോദിച്ചു. ഒരു വിശ്വാസം പറഞ്ഞു, വിശ്രമിക്കാൻ നിന്നാൽ, ഉറങ്ങാൻ നിന്നാൽ നമസ്കാരം നഷ്ടപ്പെടും. സുബഹിയുടെ സമയം എടുക്കാറായി, സുബഹി നഷ്ടപ്പെടുന്നു പറഞ്ഞു. അബൂ ഖത്താദ പറഞ്ഞു, ഇല്ല നബി, വിശ്രമിച്ചേ പറ്റും, എല്ലാവരും ക്ഷീണിതരാണ്, അങ്ങ് തന്നെ ഉറങ്ങി വീഴുകയാണ്. ഒരു വിശ്വാസം ചോദിച്ചു, എന്നാൽ ആരാണ് സുബഹിക്ക് വിളിക്കുക? ഇപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ആരും സുബഹിക്ക് ആരും വിളിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ബിലാൽ റളിയല്ലാഹു പറഞ്ഞു, ഞാൻ വിളിക്കാം, ഞാൻ ആ കാര്യം. അപ്പൊ നബി ബിലാലിനോട് പറഞ്ഞു, ഇഹ്ഫദ് സലാത്തന, നിസ്കാരം സൂക്ഷിക്കണം, നീയും കൂടി ഉറങ്ങിപ്പോയാൽ നിസ്കാരം നഷ്ടപ്പെടും, നിസ്കാരം സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും വിശ്രമിക്കാൻ വേണ്ടി കിടന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരത്തിന്റെ ചുവട്ടിൽ പോയി. നബിയും ഉറങ്ങി. എല്ലാവരും ഉറങ്ങി. ബിലാൽ റളിയല്ലാഹു അൻഹു ആദ്യം ഉറങ്ങി. വിളിക്കാൻ ഏൽപ്പിച്ചാൽ ആദ്യം ഉറങ്ങി. സുബഹി നമസ്കാരം കളായി. സൂര്യൻ ഉദിച്ചു. സൂര്യന്റെ ചൂട് തട്ടിയ സമയത്താണ് ഓരോരുത്തർ എഴുന്നേക്കുന്നത്. ആദ്യം എഴുന്നേറ്റത് നബിയാണെന്ന റിപ്പോർട്ടിലുണ്ട്. നബി അബൂബക്കറിനെ വിളിച്ചു, അബൂബക്കർ ഉമറിനെ വിളിച്ചു എന്നൊരു റിപ്പോർട്ടിൽ കാണാം. മറ്റു റിപ്പോർട്ടിൽ കാണാം ആദ്യം എഴുന്നേറ്റത് ഉമറാണ്. ഉമർ എഴുന്നേറ്റിട്ട് ഒച്ച വയ്ക്കാൻ തുടങ്ങിയതാണ്. അവരുടെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു അനുഭവം സുബഹി കളായിരിക്കുകയാണ്. സൂര്യൻ ഉദിച്ച് ചൂട് തട്ടിയിരിക്കുകയാണ്. ഉമർ എഴുന്നേറ്റ് ഒച്ച വയ്ക്കാൻ തുടങ്ങി. അത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റു വരുന്നു. ചോദിച്ചു, എല്ലാവരും എവിടെ? എല്ലാവരും ഒരുമിച്ച് കൂട്ടി. സുബഹി നമസ്കാരം നഷ്ടപ്പെട്ടു. എല്ലാവരും ബിലാലിനെ നോക്കാൻ തുടങ്ങി. കാരണം വിളിക്കാൻ ഏൽപ്പിച്ച ബിലാലിനാണ്. ബിലാലെ വിളിച്ചിട്ടില്ല. ബിലാൽ ആദ്യം ഉറങ്ങി. അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങൾ ജീവിതത്തിൽ നന്നായിട്ട് ഉറങ്ങിയതാണ്. ടേസ്റ്റ് അനുഭവിച്ചുറങ്ങി. കാരണം നല്ല ക്ഷീണമുണ്ട്, നന്നായിട്ട് ഉറങ്ങി. എല്ലാവരും ബിലാലിനെ കുറ്റപ്പെടുത്താൻ നിന്നുള്ള വിശ്വാസം പറഞ്ഞു, ഇന്നല്ലാഹ ഖബദ അർവാഹക്കും ഹൈസു ശാഅ വറദ്ദ ഇലൈഹിം അർവാഹക്കും ഹൈസു ശാഅ. അല്ലാഹു തആല നിങ്ങളുടെ റൂഹിനെയും അവൻ ഉദ്ദേശിച്ചപ്പോൾ പിടിച്ചു, അവൻ ഉദ്ദേശിച്ചപ്പോൾ തിരിച്ചു തന്നു. ബിലാലിനെ കുറ്റപ്പെടുത്തണ്ട. നിങ്ങളെ ഉറക്കിയതും പഠിച്ചവനാണ്, ഉണർത്തിയതും പഠിച്ചവനാണ്. ബിലാലിനെ കുറ്റപ്പെടുത്തണ്ട. അങ്ങനെ ഏതായിരുന്നാലും സുബഹി നമസ്കരിക്കുന്നു. വിശ്വാസം പറഞ്ഞു, ഇവിടെ നമസ്കരിക്കണ്ട, കുറച്ചുകൂടി യാത്ര ചെയ്യാം. കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ടാണ് അവിടെ ഒന്നുകൊടുത്ത് സുബഹി നമസ്കരിക്കുന്നത്. ഈ സംഭവം നമ്മൾ പഠിപ്പിക്കുന്ന 2-3 പ്രധാനപ്പെട്ട ഗുണപാഠങ്ങളുണ്ട്. ഒന്ന്, നമസ്കാരത്തിലുള്ള അവരുടെ ശ്രദ്ധയാണ്. ഉറങ്ങാൻ സമയത്ത് പോലും നബി പറഞ്ഞു നിസ്കാരത്തിന്റെ കാര്യം അതാണ്. രണ്ടാമത്, നമസ്കാരം ഖളായി. നമസ്കാരം ഖള ഇല്ലെന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. നിസ്കാരം നഷ്ടം കിട്ടിയില്ല, പിന്നെ അത് പോയി ഇസ്തിഗ്ഫാർ ചെയ്താൽ മതി, ഖള വീട്ടേണ്ടതില്ല എന്ന് ചിലർ പറയും. അങ്ങനെയല്ല, നിസ്കാരത്തിന് ഖളയുണ്ട്. നഷ്ടപ്പെട്ട നിസ്കാരം ഖള വീട്ടി പരിഹരിക്കേണ്ടതുണ്ട് എന്ന് ഹദീസ് പഠിപ്പിക്കുന്നു.
കാരണം സമയം കഴിഞ്ഞിട്ട് വിശ്വാസങ്ങൾ നമസ്കരിക്കാനുണ്ട്. അവിടെ വിശ്വാസം പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്, ഒരു മനുഷ്യൻ ഉറങ്ങിപ്പോയിട്ട് നിസ്കാരം നഷ്ടപ്പെട്ടു വരാൻ കുറ്റക്കാരനല്ല, അത് അവന്റെ വീഴ്ചയല്ല. ബോധപൂർവ്വം എഴുന്നേറ്റിരുന്നിട്ട് നമസ്കാരം നഷ്ടപ്പെടുത്തുമ്പോഴാണ് കുറ്റക്കാരനായി തീരുക എന്ന് പറഞ്ഞു. ഉറക്കം, മറവി, ഈ രണ്ട് കാരണങ്ങളാണ് നമസ്കാരം നഷ്ടപ്പെടുത്താനായിട്ട് ഉള്ളത്. ഉറങ്ങിപ്പോയിട്ടോ അല്ലെങ്കിൽ മറന്നുപോയിട്ട് ഒരാൾ നിസ്കരിച്ചില്ലെങ്കിൽ, സമയത്ത് നിസ്കരിക്കാൻ പറ്റിയെങ്കിൽ പടച്ചുകൊണ്ട് കുറ്റക്കാരനല്ല. ഈ ഒരു കാര്യം അവിടെ പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തൊരു കാര്യം, ചില പ്രദേശങ്ങളിൽ പിശാചിന് സ്വാധീനം കൂടുതലുള്ള സ്ഥലങ്ങളുണ്ടാവും. സംബന്ധിച്ച് അവിടെ പറയുന്നുണ്ട്, നമ്മളിലേക്ക് എല്ലാവർക്കും സുബഹി നമസ്കാരം നഷ്ടപ്പെട്ട ഒരു സ്ഥലമാണിത്. കാരണം പൈശാചിക സാന്നിധ്യം ഇവിടെ കൂടുതലുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ അവിടെ നിസ്കരിക്കുന്നില്ല, അവിടെ നിന്ന് കുറച്ച് മാറിയിട്ടാണ് നിസ്കരിക്കുന്നത്. സത്യത്തിൽ നിസ്കാരം കഥായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിസ്കരിക്കണം. എന്നിട്ട് പോലും നബി അവിടെ നിസ്കരിക്കാതെ കുറച്ചുകൂടി മുന്നോട്ട് പോവുകയാണ്. അതിന് കാരണം ഇവിടെ പിശാചിന്റെ സ്വാധീനം കൂടുതലുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ ചില പ്രദേശങ്ങളിൽ പിശാചിന് ചില സ്വാധീനം കൂടുതലുണ്ട്. അവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മനുഷ്യനെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് കൂടി ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസിയുടെ ജീവിതത്തിൽ 2 പ്രാവശ്യമാണ് നമസ്കാരം കളായിട്ടുള്ളത്. ഒന്ന് ഇതാണ്, മറ്റൊന്ന് മറ്റൊരു സന്ദർഭത്തിൽ നമ്മൾ പിന്നീട് പറയാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക അല്ലാഹു ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.